Ever tried, ever failed. No matter. Try again, fail again, fail better. The world is yours. ഈ വാക്കുകൾ നമുക്ക് ഏറെ സുപരിചിതമാണ്. ഒരു കാലത്ത് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഡയലോഗായിരുന്നു ഇത്. പീറ്റർ ഡിംഗ്ലേജ് എന്ന് പറയുന്ന നടൻ താൻ പഠിച്ചിറങ്ങിയ ബെന്നിംഗ്ടൺ കോളേജിലെ ഗ്രാജുവേറ്റ്സിനോട് വളരെ മോട്ടിവേറ്റഡായി പറഞ്ഞ ഡയലോഗുകളാണ്. ഇന്നും അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു ധൈര്യം നൽകുന്നുണ്ട് ആ വാക്കുകൾ. പീറ്റർ ഡിംഗ്ലേജ് ആ വാക്കുകൾ പറയുമ്പോൾ ആ വാക്കുകൾക്ക് പിന്നിൽ പീറ്റർ ഡിംഗ്ലേജിന്റെ ജീവിതമുണ്ട്. തൻ്റെ ബാല്യകാലം മുതൽ പൊക്കം കുറവ് അദ്ദേഹത്തിന് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു നടനാവണമെന്ന് അദ്ദേഹം അത്ര തീവ്രമായി ആഗ്രഹിച്ചിട്ടും തൻ്റെ പൊക്കമില്ലായ്മ ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തി. ദാരിദ്ര്യം മൂലം സുഹൃത്തുക്കളെ ആശ്രയിക്കേണ്ടി വരുന്ന പീറ്റർ ഒരുപാട് സുഹൃത്തുക്കളുടെ വീടുകളിലെ സോഫയിൽ കിടന്നുറങ്ങുകയും സുഹൃത്തുക്കളിൽ നിന്ന് പൈസ മേടിച്ച് ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് സുഹൃത്തുക്കൾക്ക് താനൊരു ഭാരമാവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറുകയും ഒരു 23-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു ഡാറ്റ എൻട്രി ജോബിലേക്ക് പ്രവേശിക്കുകയും തനിക്കിഷ്ടമില്ലാതിരുന്നിട്ട് കൂടി ആ ജോബ് ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് ഈ പീറ്റർ. അങ്ങനെ തൻ്റെ നടനാവണമെന്ന ഇഷ്ടം വിടാതെ തൻ്റെ പൊക്കമില്ലായ്മയും എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് വിജയിച്ചു വന്ന ഒരു നടനാണ് പീറ്റർ ഡിംഗ്ലേജ്. പ്രിയമുള്ളവരെ, തൻ്റെ 29-ാമത്തെ വയസ്സിൽ HBO സീരീസിലെ ടിറിയൻ ലാനിസ്റ്റർ എന്ന ആ ഒരു ക്യാരക്ടറിലേക്ക് അദ്ദേഹം എത്തി നിൽക്കുമ്പോൾ തൻ്റെ ജീവിതം അദ്ദേഹത്തെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. കൂടാതെ 2003 സ്റ്റേഷൻ ഏജന്റ് എന്ന സിനിമയും അദ്ദേഹത്തിന് ഒരുപാട് പ്രശംസയാണ് നേടിക്കൊടുത്തത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറവുകളുണ്ടാവാം, നമുക്കൊരുപാട് പ്രതിസന്ധികളുണ്ടാവാം, ദാരിദ്ര്യമുണ്ടാകാം. പക്ഷേ ഇവിടെ പീറ്റർ ഡിംഗ്ലേജ് നമുക്കൊരു വെല്ലുവിളി ആവുകയാണ്. HBO സീരീസിലെ ഗെയിം ഓഫ് ത്രോൺസിലേക്ക് അദ്ദേഹം തൻ്റെ ജീവിതത്തെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനമുണ്ട്, പരിശ്രമമുണ്ട്. ഒരുപാട് പേര് നമ്മളെ തളർത്താനുണ്ടാകാം, നമ്മളെക്കൊണ്ടത് പറ്റില്ല, നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്നെല്ലാം പറയാനുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിനോട് പറയുകയാണ്, എനിക്കത് സാധിക്കും, എനിക്കത് വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പീറ്റർ ഡിംഗ്ലേജ് ഇപ്രകാരം പറയുന്നത്: എവർ ട്രൈഡ്, എവർ ഫെയിൽഡ്, നോ മാറ്റർ, ട്രൈ അഗെയിൻ, ഫെയിൽ അഗെയിൻ, ദ വേൾഡ് ഇസ് യുവേഴ്സ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ പരാജയപ്പെട്ടേക്കാം, തളർന്നു വീണേക്കാം, പക്ഷേ ഒരിക്കൽ പോലും നമ്മുടെ സ്വപ്നം കൈവിടരുത്, ലക്ഷ്യം കൈവിടരുത്. ആ ലക്ഷ്യത്തിന് വേണ്ടി, ആ ലക്ഷ്യത്തിലെത്തുന്നത് വരെ അധ്വാനിക്കാനായിട്ട്, പരിശ്രമിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു ഡയലോഗ് ശരിക്കും പറഞ്ഞത് പീറ്റർ ഡിംഗ്ലേജ് അല്ല, ഒരു ഐറിഷ് നോവലിസ്റ്റാണ്. ആ ഐറിഷ് നോവലിസ്റ്റിൻ്റെ പേര് അറിയുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.